ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കുടയൊക്കെ എനിക്കറിയില്ല. ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ സ്വിച്ച് ഉണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചേനെ. ഇത്രയൊക്കെ ആഡ് ഷൂട്ടും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് പോലും ഈ ഒരു രേണുസുധിക്ക് സ്വന്തം മക്കൾക്ക് ബാഗൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ഈ ഒരു വീഡിയോ ഇപ്പം വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങളായി വന്നിട്ടുണ്ട്. ആ ഒരു വന്നതിന് ശേഷം ഉണ്ട് ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ആൾക്കാരെ പറ്റിക്കുന്നത്? രേണുസുധി കുറേയധികം വീഡിയോസ്, അതായത് ഷോർട്ട് ഫിലിം അതുപോലെ തന്നെ കുറേയധികം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊന്നും പൈസ കിട്ടുന്നില്ല എന്ന് പറയുന്നത് കള്ളത്തരമാണ്. അതിൽ ആരും വിശ്വസിക്കുകയൊന്നും തന്നെ ചെയ്യത്തില്ല. പക്ഷേ വീഡിയോ ഇട്ട ആൾക്കാരെ പറയാൻ വേണ്ടിയാണോ, ഞാൻ ഇതിൽ നിന്നും സമ്പാദിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ആരും ഇത് വിശ്വസിക്കത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് കിച്ചു ഇവരുടെ കൂടെ ഇല്ല എന്നുള്ളൊരു കാര്യം. രേണുസുധി തന്നെ കിച്ചുവിനെ മാറ്റിയതാണോ, ഇഷ്ടമല്ലേ എന്നുള്ള കുറേയധികം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കിച്ചു ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ദിവസം ഒരു ലൈവിൽ കിച്ചു ഇതേ കണക്ക് വന്ന സമയത്ത് ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു, അവിടെ പോകുന്നില്ല, രേണുവിൻ്റെ കൂടെ ഒന്നും നിൽക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് അതിനുള്ള ഉത്തരം കിച്ചു തന്നെ തന്നിട്ടുണ്ട്. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധിയുടെ അമ്മ കൊല്ലത്തൊറ്റയ്ക്കാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അമ്മൂമ്മയുടെ കൂടെ വന്ന് നിൽക്കുന്നതെന്നുള്ളൊരു കാര്യമൊക്കെയാണ് കിച്ചു അതിനകത്ത് പറഞ്ഞത്. അല്ലാതെ എനിക്ക് പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ഞാനിവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് പഠിക്കുന്നതെന്നുള്ളു. അച്ചാമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു കൂട്ടായിട്ട് നിൽക്കുവാണ് എന്നുള്ളൊരു കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിൽ ഒന്നുമില്ല എന്നാണ് കിച്ചു അതിനെ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. എന്നിട്ട് പോലും കുറേയധികം പേര് അതെല്ലാം കള്ളമാണ്, കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ സത്യം. നിങ്ങളെന്തിനാണ് ഓരോന്ന് ഊഹിച്ച് ഓരോന്നുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.